കേരള സർവകലാശാലയ്ക്ക് കീഴിലെ അനർഹരായ 39 പേരെ യുയുസിമാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. 30 കോളേജുകൾക്ക് പുതിയ ലിസ്റ്റ് സമർപ്പിക്കാൻ 20 വരെ സമയം നൽകിയിട്ടുണ്ട്. മറുപടി നൽകിയില്ലെങ്കിൽ ഈ കോളേജുകളിൽ നിന്ന് യുയുസി ഉണ്ടാകില്ല. ഇപ്പോൾ ഉണ്ടായ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ അടുത്ത വർഷം മുതൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ 39 പേരെ ഒഴിവാക്കാൻ തീരുമാനിച്ചതിന് അവരൊഴിവായി, അതിൽ സംശയമൊന്നുമില്ല. പിന്നീട് 30 കോളേജുകൾ നമുക്കൊരു മറുപടിയും തന്നിട്ടില്ല. അപ്പോൾ ആ 30 കോളേജുകളിൽ ഇലക്ഷൻ നടന്നിരുന്നോ? അപ്പോൾ കുറച്ച് കോളേജുകളിലൊക്കെ ഇങ്ങനെ നമുക്ക് ലെറ്റർ അയച്ചു, മെയിൽ കിട്ടിയില്ല എന്നൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ 20-ാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ 20-ാം തീയതിക്കകം അവരുടെ നിന്ന് അവിടെ കൃത്യമായിട്ട് ഇലക്ഷൻ നടന്നു, 22 വയസ്സിന് താഴെയുള്ള ആളാണ്, വേറെ പരീക്ഷ തോറ്റിട്ടുള്ള അതിൻ്റെ ഒരു ലിങ്ക്ഡോ കമ്മിറ്റിയുടെ നിബന്ധനകൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർ നമ്മൾ ഉൾക്കൊള്ളും. ലെറ്റർ കിട്ടിയില്ലെങ്കിൽ, ഒരു ലെറ്ററും കിട്ടിയിട്ടില്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് കൗൺസിലർ ഇല്ല. 2, ഈ പ്രായപരിധി, പഠിത്തം, മറ്റിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നവർ പറയുകയാണെങ്കിൽ അവരും ഒഴിവാകും. അപ്പോൾ അതിന് ശേഷമായിരിക്കും, അതായത് 20-ാം തീയതിക്ക് ശേഷമായിരിക്കും നമ്മൾ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. പിന്നെ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിരിക്കും അതിലുള്ള പരാതി പറയാനുള്ള സംവിധാനമൊക്കെ പിന്നെയുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഇലക്ട്രൽ റോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉള്ള ആ റോളുണ്ട്. ഇപ്പം നൗ വി ആർ ക്ലീനൈസിങ് ഇറ്റ് ആൻഡ് പുട്ടിങ് ഇറ്റ് ബിഫോർ ദ പബ്ലിക് ആൻഡ് സബ്സിക്വൻ്റ്ലി അതിൽ പരാതി ഉണ്ടെങ്കിൽ അത് വീണ്ടും അപ്പം ദെൻ റിട്ടേണിംഗ് ഓഫീസർ വിൽ ആക്ട് ആൻഡ് അതനുസരിച്ച് ചെയ്യും.